അങ്ങനെ വിരാട് കോഹ്ലി വീണ്ടും RCBനെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 16 പോയിന്റോട് കൂടിയിട്ട് അവരിപ്പോൾ ടേബിളിൻ്റെ 1ാം സ്ഥാനത്താണ്. എന്തുകൊണ്ടാണ് വിരാട് കോഹ്ലിനെ ചേസ് മാസ്റ്റർ എന്നും കിങ് കോഹ്ലി എന്നൊക്കെ വിളിക്കുന്നതെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ആ ഒരു മത്സരത്തിൽ നമുക്ക് കാണിച്ചു തന്നു. KKRനെതിരെ വെറും 60 ബോളിൽ 11 4 3 6 അടക്കം 105 റൺസാണ് കോഹ്ലി അടിച്ചെടുത്തത്. അതും പുറത്താവാതെ തന്നെ ആദ്യ ബോൾ മുതൽ അവസാന ബോൾ വരെ ക്രീസിലുണ്ടാവാനും കോഹ്ലിക്ക് സാധിച്ചു. ഇങ്ങനെ കോഹ്ലി അവസാന ബോൾ വരെ ക്രീസിലുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് RCB ജയിക്കാനായിട്ടുള്ള കാരണം എന്നുള്ളത് നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാനായിട്ട് വരും. കളിയുടെ ഇടയിൽ സ്റ്റാറ്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. 12 തവണ 2025 ശേഷം കോഹ്ലി 50 മേലെ സ്കോർ ചെയ്തപ്പോഴെല്ലാം RCBക്ക് ജയിക്കാനായിട്ട് സാധിച്ചിരുന്നു. അത് തന്നെയാണ് ഈ ഒരു കളിയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് RCBയുടെ ആ ഒരു ചേസിങ്ങിൽ കോഹ്ലിയുടെ ഇന്നിങ്സിന് ഇത്രയും വാല്യൂ ഉള്ളതെന്നുള്ളത് ഒരിക്കൽ കൂടി നമുക്ക് കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ കോഹ്ലിക്ക് ഈ ഒരു കളിയിലും ലക്കിൻ്റെ ഒരു ഫേവർ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാനൊന്നും പറ്റില്ല. 21 റൺസ് എടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ കാർത്തിക് ത്യാഗിയുടെ നല്ലൊരു ബോളിൽ കോഹ്ലി കവറിന് മേലെ അടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ റോമൻ പൗല് നല്ലൊരു ഈസി ചാൻസ് വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാൻസ് കൊൽക്കത്തയ്ക്ക് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരുടെ രീതിയിലേക്ക് അവർക്ക് കളി തിരിക്കാൻ പറ്റിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും ഇതുപോലെ തന്നെ പഠിക്കലിൻ്റെയും ഒരു ഈസിയർ ആയിട്ടുള്ള ഒരു ചാൻസ് വൈഭവ് അറോറ വിട്ട് കളയുന്നതായിട്ടും കണ്ടു. അപ്പം ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ക്യാച്ചുകൾ വിട്ട് കളഞ്ഞാൽ പിന്നെ തോൽവി അത് നമുക്ക് എടുത്തു കളയാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. കൃത്യമായിട്ട് മത്സരത്തിന് ശേഷം അജിങ്ക്യ രഹാനെ പറയുകയും ചെയ്തിരുന്നു, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാച്ചുകൾ നമ്മൾ എടുക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് കളിയിലേക്ക് എന്തെങ്കിലും ആ ഒരു എക്സ്ട്രാ എഫേർട്ട് അല്ലെങ്കിൽ ഒരു എക്സ് ഫാക്ടർ പോലെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ഹാഫ് ചാൻസുകൾ പോലും കൺവേർട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യം തന്നെയാണ്. കാർത്തിക് ത്യാഗി കൊൽക്കത്തയ്ക്ക് വേണ്ടിയിട്ട് നന്നായി ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 വിക്കറ്റ് അദ്ദേഹത്തിന് എടുക്കാനായിട്ട് പറ്റി. കാർത്തിക് ത്യാഗിയും അതുപോലെ തന്നെ സുനിൽ നരേനും മാത്രമാണ് RCBക്ക് ആ ഒരു റൺ എടുക്കുന്നതിൽ ചെറിയൊരു തടയിടാനായിട്ട് സാധിച്ചുള്ളൂ. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും റണ്ണ് വിട്ടുകൊടുക്കുന്നതിലായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽട്ട് പിച്ചിൽ കോഹ്ലി നന്നായി കളിച്ചു എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ ഇന്നിങ്സിന് ശേഷം അജിങ്ക്യ രഹാനെ പറഞ്ഞത് ആ ഒരു പിച്ചിൽ, അതായത് പേസിനും ബൗൺസിനും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ആ ഒരു പിച്ചിൽ 192 റൺസ് എന്ന് പറയുന്നത് നല്ലൊരു ഡിഫെൻഡിങ് ടോട്ടൽ എന്ന് തന്നെയാണ്. അതായത് നമുക്കറിയാം റായ്പൂരിലെ ആദ്യത്തെ മത്സരത്തിൽ മുംബൈക്കെതിരായിട്ടുള്ള മത്സരത്തിൽ അവർ 210 റൺസ് അടിച്ചെങ്കിലും ആ ഒരു സ്കോറ് പിന്തുടർന്ന് RCB ജയിച്ചിട്ടുണ്ടായിരുന്നത് അവസാന ബോളിലാണ്. അപ്പോൾ എന്തുകൊണ്ട് 192 എന്ന് പറയുന്ന ഒരു മോശം സ്കോറൊന്നുമല്ല. ഈ കളിയിലാണെന്നുണ്ടെങ്കിൽ മഴ പെയ്തുകൊണ്ട് തന്നെ മോയ്സ്ചറിൻ്റെ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ പേസ് ബോളിങ്ങിനാണെങ്കിൽ കുറേ കൂടിയും എളുപ്പമായിരുന്നു ഈ ഒരു പിച്ചിൽ പെർഫോം ചെയ്യാനായിട്ട്. അതിൻ്റെ ആദ്യം അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ടായിരുന്ന ഭുവനേശ്വർ കുമാർ തന്നെയായിരുന്നു. കൊൽക്കത്ത ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ പിന്നെല്ലാം തുടക്കത്തിലൊന്ന് അടിച്ചടിച്ചെങ്കിലും പിന്നീട് ഭുവനേശ്വറിന് വിക്കറ്റ് കൊടുത്തിട്ട് മടങ്ങുന്നതാണ് കണ്ടത്. അതുപോലെ തന്നെ പവർ പ്ലേ കഴിയുന്നതിന് മുന്നേ അജിങ്ക്യ രഹാനയുടെ വിക്കറ്റ് ഹെയ്സലോടും എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റുകൾ തുടക്കത്തിൽ RCBക്ക് എടുക്കാൻ സാധിച്ചെങ്കിലും പിന്നീട് രഘുവംശി, കാമറോൺ ഗ്രീനും അതുപോലെ തന്നെ റിങ്കു സിംഗിനെയും കൂട്ടുപിടിച്ചിട്ട് 250 റൺസ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുന്നതും കണ്ടു. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർക്ക് 192 റൺസിന്റെ സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റിയത്. രഘുവംശി 71 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവസാന ബോളിൽ അദ്ദേഹം റൺഔട്ടായിട്ട് പുറത്താവുകയും ചെയ്തിരുന്നു. അങ്ങനെ 192 റൺസ് ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങിയ RCBക്ക് വേണ്ടിയിട്ട് ബത്തലിന് ഈ കളിയിലും കാര്യമായിട്ടൊരു കോൺട്രിബ്യൂഷൻ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അദ്ദേഹത്തിന് ആ ഒരു ഓപ്പണിംഗ് റോളിൽ അത്ര ഇങ്ങോട്ട് സെറ്റ് ആവാനായിട്ട് പറ്റില്ല. തുടക്കങ്ങൾ കിട്ടുന്നുണ്ട്, കുറച്ച് കളികളിലായിട്ട് തുടക്കങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഫിൽ സാൽറ്റിന് എന്തായാലും RCBയുടെ ആരാധകർ മിസ് ചെയ്യുന്നുണ്ടാവും. അദ്ദേഹം അത്രയും നല്ലൊരു പ്ലെയർ ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ വാല്യൂ മനസ്സിലാണ്. എന്തായാലും പരിക്ക് കാര്യങ്ങളെല്ലാം മാറിയിട്ട് അദ്ദേഹം തിരിച്ചു വരുമെന്ന് തന്നെ ആയിരിക്കും RCB വിചാരിക്കുന്നുണ്ടാവുക. എന്തൊക്കെ തന്നെ പറഞ്ഞാലും അപ്പുറത്ത് കോഹ്ലി ഉണ്ടെന്നുള്ളത് RCBക്ക് ഇപ്പോഴും ഒരു ബലം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവിൽ തന്നെയാണ് ഈ മത്സരത്തിൽ അവർക്ക് ജയിക്കാനായിട്ട് പറ്റിയതും. പഠിക്കലും നല്ല രീതിയിൽ കോഹ്ലിക്ക് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അറ്റത്ത് നിന്നിട്ട് 98 റൺസിൻ്റെ നല്ലൊരു പാർട്ട്ണർഷിപ്പും ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ആ സെക്കൻഡ് വിക്കറ്റിൽ ഫോം ചെയ്യുകയും ചെയ്തു. ഇനി RCBക്ക് എന്ന് പറഞ്ഞാൽ 2 മത്സരം കൂടി ഉള്ളൂ. ഒന്ന് പഞ്ചാബിനെതിരെയും അതുപോലെ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയായിട്ട്. അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ അവർക്ക് ജയിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പ് 2 സ്പോട്ട് തന്നെ അവർക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. കൊൽക്കത്തയ്ക്കാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ബുദ്ധിമുട്ടാണ്. ഇനിയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് കാര്യമായിട്ടുള്ള ഒരു വിജയങ്ങൾ കാര്യങ്ങളെല്ലാം നെയ്തെടുത്താലും 15 പോയിന്റാണ് മാക്സിമം സ്ട്രെച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊൽക്കത്തയുടെ സാധ്യതകൾ ഇവിടെ അവസാനിച്ചു തന്നെ നമുക്ക് പറയാനായിട്ട് വരും. ഇതിൽ പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം മനീഷ് പാണ്ഡെ എടുത്തിട്ടുള്ള ക്യാച്ചാണ്. അത് ആ ടിം ഡേവിഡ് എത്ര ഹാർഡായിട്ടായിരുന്നു ആ ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ നമുക്കറിയാം ഈ മോഡേൺ ക്രിക്കറ്റ് ഏരിയയിലെല്ലാം നല്ലൊരു ഫീൽഡറായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഗ്ലെൻ ഫിലിപ്സിൻ്റെ ക്യാച്ചുകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏരിയൽ എബിലിറ്റി അല്ലെങ്കിൽ അക്രോബാറ്റിസം അങ്ങനെയൊക്കെ കാണിക്കുന്നൊക്കെയാണ്. അപ്പോൾ അതിനോട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കിഡിലൻ ക്യാച്ച് എടുത്തിട്ടാണ് ഇന്നലെ മനീഷ് പാണ്ഡെ ടിം ഡേവിഡിനെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് മൊമെൻ്റ് ആയിരുന്നു. കളി ഓൾറെഡി ആ ഒരു സമയത്ത് RCBയുടെ രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നെങ്കിലും അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ക്യാച്ച് തന്നെയാണ് മനീഷ് പാണ്ഡെക്ക് എടുക്കാനായിട്ട് സാധിച്ചത്. സോ ഇത്രയുള്ള ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കും.